ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ കളക്ഷൻ ആണ്. നമ്മൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ 3XL സൈസ് വരെ റെഡി സ്റ്റോക്കിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4 കളേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിള്. നെക്ക് ഇതാ ഇതേപോലെയാണ് നെക്ക്. ഹാൻഡ് വർക്കിന്റെ ക്ലോസറിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഗമ്മി യൂസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുന്ന യാതൊരു സാധനവും ഇല്ല. ഫുള്ളി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഒരു റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് 46 ഇഞ്ച് ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത്. ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ്. ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഇതേ രീതിയിൽ 46 ഇഞ്ച് ലെങ്തിൽ ഈ സെയിം പാറ്റേണിൽ മാത്രമാണ് റെഡി സ്റ്റോക്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ലെങ്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ അല്ലെങ്കിൽ പ്ലീറ്റ്സ് വേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ വരുമല്ലോ. കസ്റ്റമൈസേഷൻ വരുമ്പോഴത്തേക്കും അതൊരു പ്രീ ബുക്കിംഗ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. പ്രീ ബുക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞ് 15 വർക്കിംഗ് ഡേയ്സ് മുതലാണ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഗ്രീൻ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത്. സൂപ്പർ പാർട്ടി വെയർ കളക്ഷൻ ആണ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ ഏറ്റവും ലോ പ്രൈസിൽ പാർട്ടി വെയർ കളക്ഷൻസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. റെഡി സ്റ്റോക്ക് ആണ്. ഡെസ്പാച്ചിങ് ടൈം 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന ഐറ്റമാണ്. പാക്കിംഗ് പിക്സ് ആണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അതിന്റെ എക്സിക്യൂട്ടീവ്സ് തരുന്നതായിരിക്കും. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡാണ്. മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നെക്ക് കണ്ടല്ലോ, അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കണ്ടോ. ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. സൂപ്പർ കുർത്തിയാട്ടോ. അടിപൊളി കളക്ഷൻ ആണ്. എന്താ പറയുക, ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ വേറൊരു സ്ഥലത്തുനിന്നും ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വീക്കെൻഡിൽ നടത്തുന്ന ഗീവ് അവേ ഉണ്ടല്ലോ, ആ ഗീവ് അവയുടെ വീഡിയോ ഇന്ന് വൈകുന്നേരം നമുക്ക് അപ്ലോഡ് ചെയ്യാവേ. 7:30 നമുക്ക് ഗീവ് അവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മന്ത്ലി ഉള്ള ആ ഒരു ബമ്പർ ഗീവ് അവേ, ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഗീവ് അവേ വരുന്നത് ഈ മാസം ലാസ്റ്റിലാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കണം. നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഈ കാണിച്ച 4 കളേഴ്സ് ഞാൻ ഈ വേറെ ചെയ്ത ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് റെഡി സ്റ്റോക്കിൽ കേട്ടോ. ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി പറയുവാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ 4 കളേഴ്സേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കോമൺ ഏത് കളേഴ്സിലേക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അത് പോകുന്നത് പ്രീ ബുക്കിംഗ് ഓപ്ഷനിലേക്കാണ്. അപ്പോൾ അത് റെഡി സ്റ്റോക്ക് അല്ല. റെഡി സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസേഷനും ഇല്ല. സെയിം പാറ്റേൺ സെയിം രീതിയിലാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത്. അത് കിട്ടുന്നത് മാത്രമാണ് റെഡി സ്റ്റോക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ്. വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താലും മതി. വീഡിയോയുടെ ഏത് നമ്പറാണ് കൊടുത്ത് അതിൽ തന്നെ മെസ്സേജ് അയച്ച് അത് ത്രൂ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. വിദ്യ ഫ്രം മിത്രം കളക്ഷൻ. മിത്രം കളക്ഷനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മിത്രം കളക്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സ് ആണ്. മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമുക്കുള്ളത്. നമ്മുടെ യൂട്യൂബ് ത്രൂ നമ്മുടെ ഇൻസ്റ്റ ത്രൂ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് മറ്റേതൊരു സ്ഥലത്തും ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോലും അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ തരുന്നതിനേക്കാളും റേറ്റ് കുറവിൽ റെഗുലർ കസ്റ്റമേഴ്സിന് അറിയാം. അതിലും റേറ്റ് കുറവിൽ നമുക്ക് തരാൻ സാധിക്കുന്നത് നമ്മൾ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ടാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതിന് കുറച്ച് അടുത്തായിട്ട് തന്നെ നമുക്ക് ഷോപ്പ് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ ഷോപ്പും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ കൊടുത്ത് അവിടുത്തെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട് വന്നിട്ട് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ഡേയ്സ് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ അതിൽ വരുന്നൊരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നോ ഒരു യൂണിറ്റിൽ നിന്നോ എടുത്ത് സെയിൽ ചെയ്യുന്നവർ അല്ല ഞങ്ങൾ. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് 7 ഡേയ്സിനുള്ളോ 5 ഡേയ്സിനുള്ളോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 199, 299, 399 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാണ്. പിന്നെ ഞങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെച്ചതിന് ശേഷം അല്ല വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പലർക്കുമുള്ള നമ്മുടെ മിത്രത്തിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്ത് വെച്ചിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് എ ലൈൻ സ്ലിറ്റ് ആക്കിയോ, സ്ലിറ്റ് എ ലൈൻ ആക്കിയോ, അംബ്രല ആക്കിയോ, സ്ലീവിന് ലെങ്ത് കൂട്ടിയോ കുറച്ചോ, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലോ വിത്ത് ലൈനിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്ത് കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യും. ഹൈറ്റ് കുറവുള്ളവർക്ക് നമ്മൾ 46 ഇഞ്ച് ലെങ്തിലാണ് നോർമൽ കുർത്തീസ് ചെയ്യുന്നത്. ഹൈറ്റ് കുറവുള്ളവർക്ക് നമുക്ക് 44ഓ 40ഓ അവർ എത്ര ലെങ്ത് പറയുന്നു ആ ലെങ്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്ത് വെച്ചിട്ടല്ല വീഡിയോ എടുക്കുന്നത്. വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ
എന്താ പറയുക നമ്മുടെ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഡെസ്പാച്ചിങ് ടൈം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ടൈം ആയിരിക്കും വരുന്നത്. ഓരോ പ്രോഡക്റ്റും നമ്മുടെ യൂണിറ്റിൽ നിന്ന് മാനുഫാക്ചറിങ് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് വരും. ചില സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. പല സാഹചര്യങ്ങളാൽ വർക്കേഴ്സ് പെട്ടെന്ന് ലീവ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ മില്ലിൽ നിന്ന് വരുന്നതിൽ ഡിലേ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റിലെ വർക്ക് നമുക്ക് ചെറിയ ഡിലേ വരും. അതനുസരിച്ച് അപ്പം കസ്റ്റമേഴ്സിന് കിട്ടാനും ഡിലേ വരും. അപ്പം നമ്മുടെ മിത്രം കളക്ഷൻ്റെ ഡെസ്പാച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ ഡെസ്പാച്ചിങ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർമലി ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റയിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫോട്ടോ എടുത്താൽ പോലും നമ്മളെല്ലാവരും അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോ ഇടുന്നത് ഇല്ലേ. ജസ്റ്റ് നമ്മുടെ ഒരു വാട്സപ്പ് പ്രൊഫൈൽ പോലും അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും നമ്മളെല്ലാവരും നോർമൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോ നമ്മൾ ആരെങ്കിലും സ്റ്റാറ്റസ് ഇടുകയോ പ്രൊഫൈൽ ഇടുകയോ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും ഒന്ന് എഡിറ്റ് ചെയ്ത് അതിനൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളെല്ലാവരും ചെയ്തത്. അപ്പം നമ്മളൊരു ചാനൽ ത്രൂ നമ്മൾ സെയിൽ ചെയ്യുന്നവർ നോർമൽ ക്യാമറയിൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നമ്മളത് എഡിറ്റേഴ്സ് അത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ക്യാമറയിൽ ലൈറ്റിനിങ്ങിൻ്റെയും ആ എഡിറ്റിങ്ങിൻ്റെയും ഒക്കെ ആയിട്ട് കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ഞാൻ ഇതിനകത്ത് ഡാർക്ക് ബ്രൗൺ വിചാരിച്ചത്, ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ലൈറ്റ് ബ്രൗൺ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതിനേക്കാളും കൂടുതൽ ഡാർക്കാണ് കയ്യിൽ കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഈ എഡിറ്റിങ്ങിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റിനിങ്ങിൻ്റെയും ഒക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതും നമ്മൾ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ, ഇനി എല്ലാ വീഡിയോയിലും നമ്മൾ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഡിലേ പ്രശ്നം ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നെക്സ്റ്റ് വീക്ക് ഇത്രാം തീയതി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിത്രത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യരുത്. കാരണം ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല. കാരണം ഞങ്ങളിത് ബൾക്ക് ചെയ്ത് വെച്ചിട്ടല്ലല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ കിട്ടിയതിന് ശേഷമല്ലേ ചെയ്യുന്നത്. അപ്പം മറ്റ് പല സാങ്കേതിക തകരാറാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ലെന്ന് വരാം. ഞങ്ങൾ തരാൻ പരമാവധി ശ്രമിക്കും. ഇൻ കേസ് തരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാകും. അപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു ടൈം ഒരു കുറച്ച് ലോങ് ടൈം ഇട്ട് മാത്രം മിത്രത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ റെഡി സ്റ്റോക്ക് ചില ഐറ്റംസ് ചെയ്യും. അതൊക്കെ ആ പറയുന്ന ടൈമിൽ കിട്ടും. ഞാൻ അല്ലാണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയക്കുന്നത് പോസ്റ്റൽ ത്രൂ മാത്രമാണ് അയക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പോസ്റ്റൽ ചാർജ് വരുന്നുണ്ട്. പോസ്റ്റൽ ചാർജ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചില വീഡിയോയിൽ മാത്രം സ്പെഷ്യലായിട്ട് ഷിപ്പിംഗ് ഫ്രീ നമ്മൾ പറയുന്നുണ്ട്. ഓൾ കേരള ഓൾ ഇന്ത്യ ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോസിന് മാത്രമായിരിക്കും, ആ ഒരു ഡേ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം മാത്രമായിരിക്കും നമ്മൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നത്. അല്ലാണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. കാരണം 299 രൂപയ്ക്കും 399 രൂപയ്ക്കും അല്ലെങ്കിൽ 199 രൂപയ്ക്കൊന്നും ഹാൻഡ് വർക്ക് കുർത്തീസ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ 299 ഒരു ഹാൻഡ് വർക്ക് കുർത്തി തരുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. മറ്റ് പല സൈറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വർക്കിന് ഗ്യാരണ്ടി ഇല്ല, മെറ്റീരിയലിന് ഗ്യാരണ്ടി ഇല്ല, സ്റ്റിച്ചിങ്ങിന് ഗ്യാരണ്ടി ഇല്ലെന്ന് അവരവരുടെ ബയോയിൽ തന്നെ കൊടുത്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ മിത്രത്തിന്റെ വർക്കിനും സ്റ്റിച്ചിങ്ങിനും ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ മില്ലല്ല, നമുക്ക് പുറത്ത് മില്ലിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ്. ബട്ട് നമ്മൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രമാണ് 199 മുതലുള്ള കുർത്തീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം. അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്ന ഒരു 1 മിനിറ്റ് മുതൽ 15 മിനിറ്റ് 1 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ളതായിരിക്കണം അൺബോക്സിംഗ് വീഡിയോ. കട്ട് ചെയ്യാതെ എടുക്കുന്ന വീഡിയോ ആയിരിക്കണം. ആ അൺബോക്സിംഗ് വീഡിയോ ക്ലിയർ ആയിരിക്കണം. അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അൺബോക്സിംഗ് വീഡിയോ ഇല്ലാതെ വരുന്ന ഒരു കംപ്ലൈൻറ്റും നമ്മൾ സ്വീകരിക്കുന്നതല്ല. അതുപോലെ സൈസ് ഇഷ്യൂ, നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ XXL സൈസ് വാങ്ങുന്നവർ XXL തന്നെ വാങ്ങിയാൽ മതി. 3XL വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കുർത്തീസിനും നമ്മൾ 2 സൈഡിലും 1 ഇഞ്ച് മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻ കേസിന് XXL വാങ്ങിയ ഒരാൾക്ക് ടൈറ്റ് ആണെങ്കിൽ മാർജിൻ ഉണ്ട്, 2 സൈഡിലും 1 ഇഞ്ച് മാർജിൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ലൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ആക്കിയും യൂസ് ചെയ്യാൻ പറ്റും. സൈസ് ഇഷ്യൂവിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നമ്മൾ ആ റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സൈസ് ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മാത്രമാണ് ഇവിടുന്ന് കുർത്തീസ് വിടുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സൈസ് ഇഷ്യൂ, കളറ്, ഇതിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഈ പാഴ്സൽ അയക്കുന്നത് സേഫായിട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പാക്കറ്റ് കൊണ്ട് വെച്ചൊന്നുമല്ല പോസ്റ്റൽ ത്രൂ നമ്മൾ അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. പല സ്ഥലങ്ങളിൽ അവർ ഡംപ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞൊക്കെയാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിയാൽ തന്നെ ഇവിടുന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കിട്ടാലും ഈ ഒരു സാഹചര്യത്തിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെ പൊട്ടിയാലും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷനും റീഫണ്ട് ഓപ്ഷനും ഉണ്ട്. അതിനെന്ത് വേണം? അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും വേണം. അൺബോക്സിംഗ് വീഡിയോയിൽ ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കി തരുള്ളൂ, സൊല്യൂഷൻ ഉണ്ടാക്കി തരുള്ളൂ. അല്ലാതെ വരുന്ന ഒരു കംപ്ലൈൻറ്റുകളും ഞങ്ങൾ
സ്വീകരിക്കുന്നതല്ല. അതുപോലെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മാത്രമേ ഓർഡർ ഉള്ളൂ. വാട്സപ്പ് ത്രൂ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കോൾ അല്ല, വാട്സപ്പ് മെസ്സേജ് ത്രൂ ഞങ്ങൾക്ക് മെസ്സേജ് ത്രൂ മാത്രമാണ് ഞങ്ങൾ ഓർഡർ എടുക്കുന്നത്. അതിൻ്റെ ഫോളോ അപ്പ്, അതിൻ്റെ എൻക്വയറി, അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ത്രൂ മാത്രമേ റിപ്ലൈ കിട്ടുകയുള്ളൂ. നോർമൽ കോളോ വാട്സപ്പ് കോളോ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല. കാരണം ഞങ്ങളിത് സിസ്റ്റത്തിൽ വാട്സപ്പ് വെബ് കണക്ട് ചെയ്തിട്ടാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ കോൾ അറ്റൻഡ് ചെയ്യാനോ വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യാനോ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. വാട്സപ്പ് മെസ്സേജ് ത്രൂ മാത്രം ഓർഡർ എടുക്കുന്നവരാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. അതുവരെ ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ഇട്ടിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളോ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തില്ല. ഒരു തരത്തിലുള്ള സൊല്യൂഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തന്നെ വേണം. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയെങ്കിൽ ദയവായി വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പേഴ്സണൽ ഫോണല്ല, ഒരാളുടെ ഒരു എക്സിക്യൂട്ടീവ് യൂസ് ചെയ്യുന്ന കമ്പനി ഫോണാണ്. നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന കമ്പനി ഫോൺ എന്ന് പറയുമ്പോൾ എന്തോരോ ആൾക്കാരായിരിക്കും അതിലേക്ക് മെസ്സേജ് അയക്കുന്നത്. വിത്തിൻ സെക്കൻഡിലായിരിക്കും നമുക്ക് അതിൽ മെസ്സേജസ് വരുന്നത്. വിത്തിൻ സെക്കൻഡിൽ മെസ്സേജസ് വരുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകും. വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഒരു കസ്റ്റമർക്ക് പോലും റിപ്ലൈ കിട്ടാതിരിക്കത്തില്ല. അതുപോലെ ഒരു എക്സിക്യൂട്ടീവിനോട് കോൺടാക്ട് ചെയ്യുന്ന ആൾ ആ എക്സിക്യൂട്ടീവിനെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഇതിൽ മെസ്സേജ് അയച്ചു അടുത്ത് നമുക്ക് 12 എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. 12 നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട്, ഇത് ആരുടെ കസ്റ്റമറാണ്, ഇത് ഇവിടുന്ന് പോയതാണോ അല്ലെ പോയതല്ലേ, ഇതിന്റെ വർക്ക് കഴിഞ്ഞതാണോ, അങ്ങനെയുള്ള നിങ്ങൾ പല നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഡിലേ ആവുകയാണ്. കൺഫ്യൂഷൻ വന്ന് പാഴ്സൽ ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ ഡിലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് എക്സിക്യൂട്ടീവിനെയാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അത് ത്രൂ മാത്രം മെസ്സേജ് അയക്കുക. അതിൽ മാത്രം ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മിത്രം കളക്ഷൻ ഡയറക്റ്റ് വരണം എന്നുള്ളവർക്ക് ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ ഗൂഗിളിൽ നമ്മുടെ കമ്പനി നമ്പറും കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നിങ്ങൾക്ക് റിപ്ലൈ പ്രോപ്പർ കിട്ടുന്നില്ല, ദിവസങ്ങളായിട്ട് മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തരുന്നില്ല, അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് കംപ്ലൈൻറ്റ് നമ്പർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മുടെ മാനേജറുടെ നമ്പറാണ് നമ്മൾ ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത്, കമ്പനി നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എല്ലാവരും വിളിക്കണമെന്നല്ല പറയാം. നിങ്ങൾക്ക് അത്ര എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കുക. അതിലും കോൾ അലൗഡ് അല്ല, മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് മിത്രം കളക്ഷനെ കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി പൂർണ്ണ താല്പര്യത്തോടും പൂർണ്ണ ഇഷ്ടത്തോടും മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മിത്രം കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ പ്രൈസിൽ ഇപ്പം 299 ആണ് ഹാൻഡ് വർക്ക് കുർത്തീസ് തരുന്നെങ്കിൽ 199 150 99 നിങ്ങൾക്ക് കുർത്തീസ് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടാണ്. കട്ട സപ്പോർട്ടോടുകൂടി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. താങ്ക് യു.